നമസ്കാരം. ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നു. പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തിന് ശേഷം അമേരിക്കൻ ഇടപെടലുകൾ വർദ്ധിച്ചതായി പല വിദഗ്ധരും വിലയിരുത്തുന്നു. ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും അമേരിക്കൻ താൽപ്പര്യങ്ങൾ പ്രതിഫലിക്കുന്നതായി ആരോപണങ്ങളുണ്ട്. ബംഗ്ലാദേശിൻ്റെ തെക്ക് കിഴക്കൻ നഗരമായ ചിറ്റഗോങ്ങിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇന്ത്യയെയും മ്യാൻമാറിനെയും പോലുള്ള അയൽ രാജ്യങ്ങളിൽ ആശങ്കയുണർത്തുന്നുണ്ട്. അടുത്തിടെ അമേരിക്കൻ വ്യോമസേനയുടെ ഒരു സൂപ്പർ ഹെർക്കുലീസ് വിമാനം ചിറ്റഗോങ്ങിലെ ഷാ അമാനത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയിരുന്നു. അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ സംഭവം. മ്യാൻമാറിലെയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിലെയും അമേരിക്കയുടെ പ്രാദേശിക താൽപ്പര്യങ്ങൾ ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് സൂചനകളുണ്ട്. മ്യാൻമാർ വിമത ഗ്രൂപ്പുകളെ സ്വാധീനിക്കാൻ അമേരിക്കയും ചൈനയും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പദവിയിൽ നിന്ന് നീക്കിയതിനു ശേഷം ബംഗ്ലാദേശിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ ഭരണകൂടം അമേരിക്കയുമായി കൂടുതൽ അടുപ്പത്തിലായതിനു ശേഷം സംയുക്ത സൈനിക അഭ്യാസങ്ങളും സർവേകളും പതിവായി നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ പസഫിക് ഏഞ്ചൽ 25, ടൈഗർ ലൈറ്റനിങ് 2025 തുടങ്ങിയ സൈനിക അഭ്യാസങ്ങൾ ചിറ്റഗോങ്ങിൽ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. മറ്റൊരു സംയുക്ത സൈനിക അഭ്യാസം ആസൂത്രണം ചെയ്യുന്നതിനായി അമേരിക്കൻ സൈനിക സംഘം കഴിഞ്ഞ ആഴ്ചയും ചിറ്റഗോങ്ങിൽ എത്തിയിരുന്നു. ഈ നീക്കങ്ങൾ ബംഗ്ലാദേശ് സൈനിക കേന്ദ്രങ്ങളിൽ പോലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സംയുക്ത സൈനികാഭ്യാസങ്ങൾക്കപ്പുറം അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് വെല്ലുവിളിയാകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കുന്നതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ നീക്കങ്ങളെല്ലാം ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ മേഖലയിൽ ചൈനയുടെ സൈനികവും സാമ്പത്തികവുമായ വളർച്ചയെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിനാൽ ബംഗ്ലാദേശിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇത് രാഷ്ട്രീയപരമായ അനിശ്ചിതത്വങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നേരത്തെ ബംഗ്ലാദേശുമായി പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ശക്തമായ ബന്ധമുണ്ടായിരുന്നു. സംയുക്ത സൈനിക അഭ്യാസങ്ങളും പ്രതിരോധ ഉപകരണങ്ങളുടെ വിതരണവും ഇതിൻ്റെ ഭാഗവുമായിരുന്നു. എന്നാൽ ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഈ സഹകരണത്തെ അട്ടിമറിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യങ്ങൾ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ബംഗ്ലാദേശിൽ വേരുറപ്പിക്കാൻ അവസരം നൽകുന്നുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നു. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയവും സൈനികവുമായ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ്.